ഹലോ, ഗുഡ് മോർണിംഗ്. സിന്ധു പൗളോസിൻ്റെ ഒരു പുതിയ വീഡിയോ ആയിട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നേ പുറവശത്ത് മുറ്റത്ത് ഇറങ്ങിയപ്പോഴാണ് ഓർത്തത് ഇൻട്രോ എടുത്തേക്കാന്ന് കേട്ടോ. കാരണം വാഷിംഗ് മെഷീൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ടായിരിക്കും അല്ലേ. തുണിയൊക്കെ രാവിലെ കഴുകാനിട്ടു. ഇന്ന് വീട്ടിലിരിക്കുന്ന ദിവസമാണ്, ഇന്ന് സൺഡേ ആണ്. അപ്പോൾ എല്ലാ പണിയും ചെയ്യാനായിട്ട് കിടക്കുക, കുറേയധികം പണികളുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓരോന്നോരോന്നായിട്ട് തുടങ്ങാം. ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ പറയാം ഇന്നത്തേത്. അതേ ഓടക്കത്തെ പണികളുണ്ട് കേട്ടോ. ഇതുകൊണ്ടാ അലക്കല്ലേ കൊണ്ട് കൂട്ടി വെച്ചിരിക്കുന്നുണ്ട്. അത് ചേട്ടൻ്റെ ഷർട്ടുകളും ഒക്കെയാണ്. അപ്പം അതൊക്കെ കൈ വെച്ച് കഴുകണം. പിന്നെ വാഷിംഗ് മെഷീനകത്ത് അവിടെ തുണി ഇട്ടേക്കുന്നു. പിന്നെ ഞാൻ ഒരു സംഭവം കാണിച്ചു തരാം. പിന്നെ ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ഒരു ദിവസത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും കേട്ടോ. വർക്കൊക്കെ ചെയ്യണം. പിന്നെ കുറേ പരിപാടികളുണ്ട്. പിന്നെ ഇത് കണ്ടോ, ചാണകം, ഓക്ക, പിണ്ണാക്ക്, ചാണകമെല്ലാം കൂടെ കലക്കി നമ്മുടെ ഇതിനകത്തൊക്കെ ഒഴിക്കണം. എന്നത്തിനാ, നമ്മുടെ കൊടിക്കൊക്കെ. അപ്പോൾ കണ്ടോ, ഇവിടെ 2-3-4 ബോൾസൊക്കെ ഉണ്ടായിട്ട് പൂവൊക്കെ വിരിഞ്ഞിപ്പുണ്ട്. സതീശൻ ചേട്ടൻ വഴി മണ്ടയിലോട്ട് കുറച്ച് ഇങ്ങനെ വെട്ടി റെഡിയാക്കുന്നുണ്ട് കേട്ടോ. സതീശൻ ചേട്ടൻ്റെ വണ്ടി മണ്ടേ വരെ കൊണ്ടുപോകാൻ വേണ്ടി ഈടെ കൊണ്ടുപോയിട്ട് ഭയങ്കര പാടായിരുന്നു ഇറക്കിക്കൊണ്ട് വരാൻ. മഴയാണല്ലേ, തെറ്റലല്ലേ, അതുകൊണ്ട് അവിടെ റെഡിയാക്കുന്നുണ്ട്. കണ്ടോ നിൽക്കുന്നുണ്ടോ, നല്ല രസമില്ലേ. അതിൻ്റെ ഡാർക്ക് റോസും ഉണ്ട്. ഇത് വേണ്ട. അപ്പം നല്ല ഭംഗിയുണ്ട്. ഈ തുളസി ഇലയൊക്കെ പൂവൊക്കെ ഇതെല്ലാം പറിച്ച് കളയേണ്ടത്, ഇതെല്ലാം ഉണങ്ങിപ്പോയി. അപ്പോൾ സാജി കരോട്ട് വെള്ളം കുത്താനായിട്ട് പോയിട്ട് ഇറങ്ങി പോകുന്നതാണ് കേട്ടോ. അവൻ പോയി, അവന് ക്യാമറയൊക്കെ ഒന്ന് കൂടുക 4 കാലും പറിച്ച്. അപ്പം വെള്ളം കുത്തുന്നത് നമ്മുടെ സൂസ്മ ചേച്ചിയുടെ അവിടെ നിന്നാണ്. ഇവിടുന്ന് കുത്തിയിട്ട് തന്നെയാണ്, അങ്ങോട്ട് പോകുന്നില്ലായിരുന്നേ. അപ്പോൾ അത് ഓസിട്ടെടുക്കുക സൂസ്മ ചേച്ചിയുടെ അവിടെ നിന്ന്. അപ്പം നമ്മുടെ പനിക്കൂർക്കയും നമ്മുടെ കറ്റാറ വാഴപ്പോളയും പിന്നെ സ്മിത തന്നു കേട്ടോ ഒരു മുരിങ്ങത്തൈ, അതൊക്കെ കിളത്തിട്ടുണ്ട് കേട്ടോ കുഞ്ഞായിട്ട്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് കുറേ പണികളും കാര്യങ്ങളും തിരക്കുകളും ഒക്കെ ഉള്ളൊരു ദിവസമാണ്. എനിക്കൊരു വഴി പോകണമെന്നുണ്ട്. എൻ്റെ പണിയെല്ലാം കഴിഞ്ഞെങ്കിൽ എൻ്റെ ഒരു അനിയത്തിക്കുട്ടി എടുത്ത് വരെ ഒന്ന് പോകണമെന്നുണ്ട്, സമയം ഉണ്ടെങ്കിൽ പറ്റുവാണെങ്കിൽ. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളും. അപ്പോൾ എല്ലാവരും മിസ് ചെയ്യേണ്ട ഓടിപ്പോയി വീഡിയോ കേട്ടോ കേട്ടോ. അപ്പോൾ നമ്മളെ കാച്ചിലും പറിച്ചിട്ടുണ്ട് കേട്ടോ. സജി പറിച്ച് തന്നത് ഇതിനകത്തുനിന്ന് പറിച്ചെടുത്ത കേട്ടോ. അത്യാവശ്യമുണ്ട്, വലിയ കുഴപ്പമില്ല. ചെത്തി പുഴുങ്ങ. അപ്പോൾ ഇത്രയും കാച്ചിൽ കിട്ടി കേട്ടോ. പരിസ്ഥിതി ദിനത്തിൻ്റെ അന്ന് ഞാനും കുമാരിച്ചിരിക്കും നട്ടു വെച്ച കാച്ചിലാണിത് കേട്ടോ. അപ്പം ഞാൻ ഒരു കുഞ്ഞ് ചെറുതായിട്ട് പുഴുങ്ങാനുള്ള ഞാൻ എടുത്തിട്ട് ഇച്ചിരി നടാനും വെച്ചിട്ട് ബാക്കി നമുക്കെന്നാൽ കുമാരിച്ചിരിക്കാൻ തന്നെ കൊടുക്കാം അല്ലേ. ഞാൻ ഓർത്ത് അവിടെ ഒരു ചോറും കൂടെ ഉണ്ടായിരുന്നു. അത് വലിയ കുഴിയൊക്കെ കുഴിച്ച് നോക്കിയിട്ട് ഇപ്പോൾ എവിടെയാണെന്ന് അറിയത്തില്ല, കണ്ടില്ല, അറിയാൻ പറ്റുന്നില്ല. ഇനിയിപ്പോൾ കിളുത്ത് വന്നാലേ അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ കുഴിച്ചിട്ട് കിട്ടിയില്ല. ഇത് നമുക്കുള്ളത് കത്തിയൊക്കെ എടുത്തുകൊണ്ട് വന്ന് കട്ട് ചെയ്യാം. ചേട്ടായുടെ ഷർട്ടുകളെല്ലാം അലക്കി പശയൊക്കെ മുക്കിയിട്ട് കേട്ടോ. എത്ര ഉണ്ട്? 2, 4, 6 എണ്ണം ഉണ്ട്. പിന്നെ ഞാനെന്തിനാ ഈ ചാക്കൊക്കെ ഇട വെച്ചെന്നറിയോ? കൊന്നച്ചോറൊക്കെ പോയി വെട്ടിക്കൊണ്ട് വന്നു. എന്തിനാണെന്നറിയോ? ഇഞ്ചിയും ചേനയും ചാണകം മുക്കി വെക്കാനായിട്ട് കേട്ടോ. 2 ചേനയുണ്ട്, ഉണക്കാൻ ഒരു കുറച്ച് ഇഞ്ചിയുണ്ട്. കാച്ചിന് ചാണകം മുക്കേണ്ട ആവശ്യമില്ല, പിന്നെ വേണമെങ്കിൽ മുക്കി അതിൻ്റെ അടുത്തിട്ട് വെച്ചേക്കാം. അപ്പോൾ ഇവനെയൊക്കെ ഒന്ന് ചാണകം മുക്കാൻ പോകാം. മുളയൊക്കെ കുത്തി കളഞ്ഞിട്ട് വേണം നമുക്ക് വെക്കാൻ വേണ്ടിയിട്ട്. കണ്ടോ, ഇതിൻ്റെ നടുക്കുന്ന് വരുന്ന മുളയെല്ലാം കുത്തിക്കളഞ്ഞു. സൈഡിൽ കൂടെയൊക്കെ ഒരു 3-4 മുള വരുവാണെങ്കിൽ 4 പീസായിട്ടൊക്കെ നമുക്ക് വെക്കാൻ പറ്റും. ചേന ഒരു മുള മാത്രം ഉള്ളെങ്കിൽ ഒന്നായിട്ടേ വെക്കാൻ പറ്റത്തുള്ളൂ, മുറിക്കാൻ പറ്റത്തില്ല. ചിലർ കുത്തിവെച്ചാൽ നല്ല മുള വരും, ഞാൻ കുത്തിവെച്ചാൽ എങ്ങനെ ആവും നടത്തില്ല. ഏതായാലും ഞാൻ നടുക്കത്തെ മുളയൊക്കെ കളഞ്ഞു. എന്നിട്ട് ഒരു ചാക്കിട്ടിട്ട് കൊന്നച്ചവർ ഇങ്ങനെ വെച്ചു. എന്തിനാണെന്നറിയോ? ഇതിലോട്ട് വേണം നമുക്ക് ചാണകം മുക്കിയിട്ട് എടുത്ത് വെക്കാൻ. എന്നിട്ട് അതിൻ്റെ പുറത്ത് കുറച്ച് കൊന്നച്ചവർ ഇട്ടിട്ട് നമുക്കവിടെ സെറ്റാക്കി വെക്കാം. എന്നിട്ട് നമുക്ക് 2 മാസം കഴിയുമ്പോഴത്തേനും മുള വരുമ്പോൾ പിറക്കി നടാം. കണ്ടോ, ഇത് ചാണകമാണ് കേട്ടോ. ചാണകം മാത്രമേ ഉള്ളൂ. ചാണകത്തിനകത്തോട്ട് പച്ചവെള്ളം കൊണ്ട് ഒഴിച്ച് കലക്കി ഒരു പരുവാക്കി വെച്ചേക്കാണ് കേട്ടോ. ഒരു സാമ്പാർ പരുവാക്കി വെച്ചേക്കുക. ഇച്ചിരി ഒത്തിരി ലൂസാകരുത്, ഒരുമാതിരി ഒരു കൊഴുപ്പിലിങ്ങനെ ഇടുക. എന്നിട്ട് നമുക്ക് ഇനി ഇഞ്ചി ഇതേപോലെ തന്നെ അങ്ങോട്ട് പിറക്കിയിടാം. എന്നിട്ട് മുക്കി നമുക്ക് അങ്ങോട്ട് എടുത്ത് വെക്കാം. കണ്ടോ, ചേനയും മുക്കി വെച്ചു, ഇഞ്ചിയും മുക്കി വെച്ചു, കാച്ചിലും മുക്കി വെച്ചു. കാച്ചിൽ സാധാരണ ആരും മുക്കുന്നതും കണ്ടിട്ടില്ല കേട്ടോ, ഞാനങ്ങ് മുക്കി വെച്ചാൽ. പിന്നെ ചേനയ്ക്കൊക്കെ കേടോ ഇഞ്ചിക്ക് കേടോ ഒക്കെ ഉണ്ടെങ്കിൽ ഇച്ചിരി പിന്നെ കേടാകാതിരിക്കാനുള്ള വളമൊക്കെ കിട്ടുമേ, വിഷമരുന്നൊക്കെ കിട്ടും. അതും കൂടി ഈ ചാണകത്തിനകത്ത് മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ വെച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നന്നായിട്ട് മുളയൊക്കെ വന്നോളും. ഇനി നമുക്ക് മുളയൊക്കെ വരുമ്പോൾ ഞാൻ കാണിച്ചുതരാം. ഇതിന് എന്നാ ഇതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ പുറത്തോട്ട് കുറച്ച് നമ്മൾ കൊന്നച്ചോറ് വീണ്ടും വെക്കും. എന്തിനാണെന്ന് വെച്ചാൽ ഇതിന് നന്നായിട്ട് തണുപ്പ് കിട്ടി ഇങ്ങനെ ഇരിക്കണം, അന്നേരമാണ് നന്നായിട്ട് മുള വരുന്നത് കേട്ടോ. ഞാനിങ്ങനെ അതെല്ലാം ഇട്ട് സെറ്റാക്കിയിട്ട് ഇതിട്ട് മൂടിയും വെച്ചു. ഇങ്ങനെ തണുപ്പുള്ളിടത്ത് വല്ല പാമ്പൊക്കെ കയറി ഇരിക്കും, അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ചോണം കേട്ടോ. ഇങ്ങനെയൊക്കെ വെക്കുമ്പോഴേ തണുപ്പൊക്കെ ഉള്ളിടത്ത് പാമ്പൊക്കെ വന്ന് കയറും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും അങ്ങോട്ടേക്കൊക്കെ പോകുമ്പം ശ്രദ്ധിച്ചോണം. അപ്പോൾ ഇങ്ങനെ ഇവിടെ
ഇങ്ങനെ നോക്കും. ഇനിയിപ്പോൾ നമുക്ക് ഇവനിങ്ങനെ ഇരുന്ന് 1-2 മാസം ആകുമ്പോഴത്തേക്കും ഇവന് നല്ല രീതി മുളയൊക്കെ വരും. എന്നിട്ട് നമുക്കെടുത്ത് തടവൊക്കെ വെട്ടി നട്ടു വെക്കാം. അന്നേരം ഒരു വീഡിയോ ആക്കാം. ഇതിപ്പോൾ ഒരു വീഡിയോ ആട്ടല്ലേ. അപ്പോൾ ഇങ്ങനെ ഇരിക്കട്ടെ. ഇനി കുറച്ച് പരിപാടികളുണ്ട്. മിറ്റമൊക്കെ ഒന്ന് തൂക്കണം. അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. മിറ്റമൊക്കെ തൂത്ത് കേട്ടോ. പിന്നെ ഞാൻ അന്നേരം ഓർത്തേ, ചാണകം നമ്മൾ ഇതിന് മുക്കിയ ചാണകം ശകലം മീതിയുണ്ട്, അത് നമുക്ക് ഇവനൊക്കെ ഒഴിച്ചു കൊടുക്കാം. ഇച്ചിരി അവിടെ വെള്ളം നീട്ടി കൂട്ടിയിട്ട് ചാണകപ്പാൽ ഒഴിച്ചു കൊടുക്കാം അല്ലേ. ഈ ചെടിയൊക്കെ ഇച്ചിരി ഒഴിച്ചു കൊടുത്താൽ നല്ലതല്ലേ. ഓട്ടം കാണിച്ചു തരാവേ. ഇന്നലെ ഉണ്ടല്ലോ ഞാൻ ഇഡ്ഡലിക്ക് അരച്ച് രാവിലത്തേനുള്ള കാപ്പിക്ക് ഇഡ്ഡലി ദോശ ഉണ്ടാക്കാന്നുണ്ട്. അപ്പോൾ ഉഴുന്നുണ്ടല്ലോ, മറ്റേ വലിയ ഉഴുന്നില്ലേ, മുറിക്കാത്ത ഫുള്ളായിട്ടുള്ള അതേണ്ടിത് ഇങ്ങനത്തെ ഉഴുന്നായിരുന്നേ. അപ്പം അളവ് കൂടിപ്പോയതാണോ എന്നാണോ ഭയങ്കരമായിട്ട് കൂടുതൽ ഉഴുന്ന്. അപ്പം ഞാനൊരു കുറച്ചെടുത്ത് മാറ്റി വെച്ചു. അപ്പം ഞാൻ ഇന്ന് ഉള്ളിവട ഉണ്ടാക്കാൻ ഇന്നലെ അരച്ച മാവാണ് കേട്ടോ. അപ്പം കുറച്ചേ ഉള്ളൂ. അതിനകത്ത് ഒരു സവോളയും കുഞ്ഞൊരു ഇഞ്ചി കഷ്ണം, ഇച്ചിരി കറിവേപ്പിലയും ഇച്ചിരി റവയും കൂടെ ചേർത്ത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കപ്പ വൈകിട്ടത്തിന് വേണ്ടിയിട്ട് ഇത് റെഡിയാക്കുമ്പം ചെയ്യാമല്ലോ എന്നോർത്ത് എടുത്ത് വെച്ചതാണ്. ചേട്ടായി പോർക്ക് മേടിച്ചുകൊണ്ട് വന്നു. അപ്പോൾ പോർക്ക് കറി വെച്ചു. ഇനി കപ്പയും കൂടെ വേവിച്ച് വെക്കണം. പണിയാണ്. സൺഡേ ആയിട്ട് വീട്ടിൽ ഇരുന്നുള്ള കുഴപ്പം ഇതാ കേട്ടോ. ഇതിലിപ്പോൾ ഏത് തൊഴിലുറപ്പാതിയാ ചേട്ടാട് പറഞ്ഞു. സജി കഴിഞ്ഞ ദിവസം പഴം തന്നായിരുന്നു, പച്ചക്കാതെ തന്നായിരുന്നു. അത് പഴുക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഓയിൽ അടുപ്പ വെച്ചേ. ഇത്രയും വേപ്പില ഇല്ലേലും കുഴപ്പമില്ല, നമുക്ക് ഒരെണ്ണം കപ്പയ്ക്ക് അരയ്ക്കാൻ വെക്കാം. ബാക്കി കറിവേപ്പില അങ്ങോട്ടൊന്ന് ചെറുതായിട്ട് നമുക്കൊന്ന് അരിഞ്ഞു കൊടുക്കാം, അരിഞ്ഞിടാം. അയ്യോ അങ്ങോട്ടും ഇങ്ങോട്ടും പോയോ ഒറ്റ ചെതറിച്ച. ഇവിടെയൊക്കെ ഞാൻ എപ്പോഴും തുടച്ച് ക്ലീൻ ആക്കി ഇടുന്നതാണ് കേട്ടോ. പിന്നെ നമുക്ക് ഇഞ്ചി അരിഞ്ഞെടുക്കാം. ചൂടായിക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇച്ചിരി ഓയിലൊഴിച്ച് വെച്ചതാണേ. ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ ഓയിലൊഴിക്കുന്നത് കേട്ടോ. കഴിഞ്ഞ ദിവസം ഉണ്ടല്ലോ നമ്മളൊരു മരണത്തിന് പോയില്ലേ, മോളമ്മ ചേച്ചിയുടെ എന്നും പറഞ്ഞോണ്ട. മോളമ്മ ചേച്ചിയുടെ മരണത്തിന് പോയിട്ട് വന്നപ്പോഴേ തേയിലപ്പുരയൊക്കെ പൊളിച്ചിട്ടേക്കണേ. അപ്പോൾ അവിടെ അങ്ങോട്ട് പോയപ്പോൾ ഉണ്ടല്ലോ കുറച്ച് പേര് കൊളുന്തി ചുമന്ന് ഇങ്ങനെ കൊണ്ട് കയറ്റി വണ്ടിയിലിടുന്നേ. അപ്പം വേനൽക്കാലമാണ്, എന്നാലും വിയർത്ത് കുളിച്ച് മടുത്ത്. അപ്പോൾ ചേട്ടായി എന്നോട് പറയുമായിരുന്നേ, എൻ്റെ സിന്ധു എനിക്കിപ്പോൾ ഇത് കാണുമ്പോൾ പേടിയാവുക, ഞാൻ എങ്ങനെയാടി 2-3-4 വർഷം ഇത് ചുമന്നത്, ശരിക്കും എനിക്ക് പേടിയാവുകയെന്ന്. ഒരു പ്രാവശ്യം എസ്റ്റേറ്റ് വേറൊരാൾ പാട്ടത്തിനെടുത്ത് തുറന്നായിരുന്നു കേട്ടോ. തുറന്നു വെച്ചാൽ ഇങ്ങനെ പണി കൊടുത്തു. അപ്പം ചേട്ടായിക്ക് ഓഫീസിൽ തന്നെ പണി കൊടുത്തു, പൈസ ബാക്കി പണിക്കാർക്ക് കൊടുക്കാനും കണക്കെഴുതാനും ഒക്കെ ആയിട്ട് ചേട്ടായിക്ക് അങ്ങനെ കിട്ടിയായിരുന്നു. പക്ഷെ അതിൻ്റെ ശമ്പളമൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ എങ്ങനെ കണക്ക് കൂട്ടിയാലും 10-50,000 രൂപയ്ക്ക് മൂടി കിട്ടാൻ കിടക്കുമെന്ന് ഇങ്ങനെ പറഞ്ഞു കേട്ടത്. അത് കിട്ടിയില്ല. ബാക്കിയുള്ള പണിക്കാർക്കെല്ലാം കിട്ടുകയും ചെയ്ത്. ചേട്ടായി ഓഫീസ് ചെയ്തിട്ടുണ്ട്, ചേട്ടായി കിട്ടിയില്ല. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ അത് പാട്ടത്തിനെടുത്ത് ഇട്ടിട്ട് പോയേ. അപ്പോൾ ചേട്ടായി വീണ്ടും ചുമക്കാനായിട്ട് തന്നെ ഇറങ്ങി. ഇന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ അതിലെ പോയപ്പോൾ ചേട്ടായി പറയാം, എൻ്റെ ദൈവമേ ഞാൻ എങ്ങനെ ചുമന്നു എങ്ങനെ എടുത്തു എന്ന് ഓർക്കുമ്പോൾ എനിക്കിപ്പോൾ പേടിയാവുകയാടി. സത്യം പറയുക, എന്തോ ഒരു മനോധൈര്യം വെച്ച് നിനക്കും കുഞ്ഞുങ്ങൾക്കും തീറ്റ തരണം, നിങ്ങളെ സംരക്ഷിക്കണമെന്ന് ഓർത്ത് ഞാൻ ചെയ്ത് തടീന്നേ. എനിക്ക് ശരിക്കും അതൊരു വിഷമം തോന്നി കേട്ടോ. എന്നിട്ടും ആ മനുഷ്യനെ ശകലവേലും സമാധാനമോ സന്തോഷമോ കൊടുക്കാൻ പറ്റുന്നുണ്ടോയെന്ന് സത്യം ഞാൻ വഴക്കിനൊന്നും പോയില്ല, എന്നാലും ഞാൻ പറയാം. അപ്പം ഇത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാ ചെയ്യാനേടേ നമുക്ക് ജീവിക്കണ്ടായിരുന്നോ, എന്നാ ചെയ്യാനാ? അതാടി ഞാൻ പോയത്. പക്ഷേ ഇപ്പം നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ, കണ്ണിന് 2 ലെൻസ് ഇട്ടേക്കുന്നത് സർജറി ചെയ്ത് വെയിറ്റ് എടുത്ത് തലയിൽ വെക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കൈ 2 ഒടിഞ്ഞത്, വെയിറ്റ് എടുത്ത് പൊക്കോ കറക്കോ ചെയ്യരുന്നു, 2 കൈയും ഒടിഞ്ഞതാണ്. ഞാൻ എന്നേലും മേൽകീഴ് നോക്കി ഓടി. എന്നാന്ന് ചോദിച്ചാൽ നമുക്ക് ജീവിക്കണം, സമാധാനപരമായിട്ട് ജീവിക്കണം, പ്രായമാകുമ്പം നമുക്ക് വിശ്രമിക്കാം എന്നൊക്കെ ഓർത്ത് ഞാൻ ചെയ്തതല്ലേടി. സത്യം പറഞ്ഞാൽ ഒന്നാമത്തെ എൻ്റെ ചോർത്തിളപ്പിന് അങ്ങ് ചെയ്തു. ഇപ്പം എനിക്ക് ഓർക്കുമ്പോൾ പേടിയാണ് ഇന്ന് സത്യം കേട്ടോ. എനിക്ക് പറഞ്ഞപ്പോൾ ഒത്തിരി വിഷമം തോന്നി, സത്യം പറഞ്ഞാൽ സങ്കടം തോന്നി എനിക്ക്. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, ഓരോരുത്തർക്കും ഓരോ തലവരയുണ്ട്. നമ്മളിങ്ങനെ എന്നും കഷ്ടപ്പെടാനായിരിക്കും ചിലർക്ക് തലവരച്ചേക്കുന്നത്. പാവം ഇപ്പം കണ്ണൻ്റെ അവിടെ മെഷീനിൽ എന്നും കയറാൻ പോകുന്നുണ്ട് കേട്ടോ. ഞാനിപ്പോൾ പോകുന്നില്ലല്ലോ, തൊഴിലുറപ്പുള്ളതുകൊണ്ടേ. കണ്ണൻ എന്നും വിളിയാ കേട്ടോ, ആൻറ്റി വന്ന് കയറ് പൈസ ആരാ ചോദിച്ചത്? ഞാൻ പറയാടാ ചേട്ടായി, ഞാൻ പറഞ്ഞു പൈസ 2 പേർ കൂടെ ഫ്രീ ആയിട്ട് അവൻ കാശ് കൊടുത്ത് മേടിച്ചിട്ടല്ലേ ചേട്ടായി, ഞാനങ്ങ് വരുന്നില്ല, ഞാൻ 3-4 ദിവസം പോയി, ഇനി ഞാൻ വരുന്നില്ല ചേട്ടായി നോക്കണം പറഞ്ഞു. അപ്പോൾ ചേട്ടായി അവരോട് ഇന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ അവൻ പറയാം
നമ്മൾ ഒരു കുടുംബം അല്ലേ ആൻറ്റി അങ്ങനെയൊക്കെ പറയാവോ, വന്ന് വന്ന് കയറ്, ആദ്യം അസുഖം മാറട്ടെ, ആരോഗ്യം ആവട്ടെ എന്ന്. അപ്പം എനിക്ക് കേട്ടപ്പോൾ ഒരിത് തോന്നി കേട്ടോ, സ്വന്തം മകനെ പോണക്ക്. അപ്പം അങ്ങനെ ചില സമയങ്ങളിൽ നമ്മളിതെല്ലാം ഒന്ന് ഓർക്കും, ഇങ്ങനെ നമ്മളെ ഓരോ കാര്യങ്ങളേ എന്നാ ചെയ്യാനാ പാവം. ആ എസ്റ്റേറ്റ് പൊളിച്ചിട്ടേക്കുന്നതും ഒക്കെ കൂടെ കണ്ടപ്പോൾ ചേട്ടാക്കി ഭയങ്കര വിഷമമായിരുന്നു. ഭയങ്കര വിഷമം എന്ന് പറഞ്ഞാൽ ഭയങ്കര വിഷമം. അതുകൊണ്ട് തന്നെ മോളമ്മ ചേച്ചി അത് കേട്ടോ, ഞാൻ മോളമ്മ ചേച്ചീനെ ഫസ്റ്റ് കാണുമ്പോഴേ മറ്റേ ഐശ്വര്യമായിരുന്നു. ഒരു നല്ല സാരി കൊടുത്ത് കാണാനും നല്ല ഭംഗിയാണേ. ഞാൻ ആദ്യമായിട്ട് കാണുമ്പോൾ ഞാൻ അതൊക്കെയാണ് മനസ്സിൽ ഓർത്തുകൊണ്ട് പോയത്. എൻ്റെ മനസ്സിൽ ആ ഓർമ്മകളൊക്കെ ആയിരുന്നേ. പക്ഷെ ചെന്നപ്പോൾ തലയും മുട്ടയടിച്ച് എന്നാ പറയേണ്ട തരത്തില്ല, നമുക്ക് കണ്ടു നിൽക്കാൻ പറ്റത്തില്ലാത്ത ഒരു ഷേപ്പായിരുന്നു. നമുക്ക് സങ്കടം, ഭയങ്കരമായിട്ട് സങ്കടം വരുന്നൊരു ഷേപ്പായിരുന്നു. എൻ്റെ ദൈവമേ, ആർക്കും അങ്ങനൊന്നും വരാതിരിക്കട്ടെ ഈശ്വര. അയ്യോ, ആ ഒരു രോഗം മാത്രം, അതിൻ്റെ പേരും കൂടെ പറയാനായിട്ട് ഇപ്പം നമുക്ക് അത്ര ഇത് തോന്നും എനിക്ക്. അതുകൊണ്ട് ആർക്കും വരാതിരിക്കട്ടെ ഈശ്വര. സത്യം പറഞ്ഞാൽ ഇത് കഴിഞ്ഞ ദിവസം ഏത്തയ്ക്ക കൂടി എങ്ങോട്ട് ഉണ്ടാക്കിയിട്ട് വെച്ചാണ്. 2-3 ദിവസം മുമ്പ് ഉണ്ടാക്കിയിട്ട് വെച്ചാൽ പെട്ടെന്ന് ഇതായില്ല. അപ്പം ഞാൻ ഓർത്തായിരുന്നു എന്തെങ്കിലും ഒന്നും ഉണ്ടാക്കണം, എന്നിട്ട് നമുക്കത് കളയാമെന്ന്. അപ്പോൾ ഉപ്പും കൂടി ഇച്ചിരി ഇട്ട് കൊടുക്കട്ടെ. വേറെ ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല. നേരത്തെ ഒക്കെ ഉണ്ടല്ലോ 4 മണിക്കൊക്കെ ഉഴുന്നുവട ഇതൊക്കെ ഉണ്ടാക്കുമായിരുന്നു. ഇപ്പം പിന്നെ ആരും ഇല്ലല്ലോ, പിന്നെ എന്നെ ഉണ്ടാക്കാനാണെന്ന് വിചാരിക്കും. പണ്ടെന്ന് പറഞ്ഞാൽ തിന്നാൻ ആൾക്കാരുണ്ട്. നല്ല സുഖമായിട്ട് ഇങ്ങനെ ഞാൻ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ അവിടെയൊക്കെ വന്ന് ഇങ്ങനെ കയറിയിരിക്കും, ഇതിനെ കൂടെയൊക്കെ കയറിയിരുന്ന്. കരട്ട് വീട്ടിലായിരുന്നപ്പം മറ്റേ കുഞ്ഞടുക്കളയായിരുന്നു, എന്നാലും അതേ 3 സ്റ്റൂൾ ഇട്ടിട്ടുണ്ടായിരുന്നു അടുക്കളയ്ക്കകത്ത്. അപ്പോൾ അവിടെയൊക്കെ വന്നിരുന്ന് ഇങ്ങനെ കുശലമൊക്കെ പറഞ്ഞ് എല്ലാവരും കൂടെ കഴിക്കുമായിരുന്നു. അതൊക്കെ ഒരു കാലം. വലിയേച്ചി അമ്മ ഉണ്ടാകുന്നപ്പം എല്ലാം വലിയേച്ചി അമ്മയും ചെയ്യുമായിരുന്നു കേട്ടോ. ഞാൻ കടയിൽ പോകല്ലേ, കൊച്ചുമടുത്ത് വരുന്ന എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും, വലിയേച്ചിയാണെങ്കിലും അതെ അമ്മയാണല്ലോ അതെ, എല്ലാം നീ പോയി കുളിച്ച് അത് കഴിക്കു വച്ചേ അങ്ങനെ പറയായിരുന്നു. ഒരു നാത്തൂനും ഒരു അമ്മായിയമ്മയൊക്കെ അങ്ങനെ പറയണമെങ്കിൽ നമ്മൾ എങ്ങനെ നിന്നാലാ അല്ലേ? അങ്ങനെ എല്ലാം ചെയ്തും തരുമായിരുന്നു. അതൊക്കെ ഒരു ഭാഗ്യമാണ് കേട്ടോ. നാത്തുമാരുടെ അമ്മായിമാരുടെ ഒക്കെ അടുത്തുനിന്നൊക്കെ ഇച്ചിരി സന്തോഷമൊക്കെ കിട്ടണമെങ്കിൽ. ഇതേ ഞാനിപ്പോൾ ഇച്ചിരി ഏറെ ശക്കലം കൂടുതൽ റവ ഇട്ട് എന്നാന്നറിയാം. ഇത് നമുക്ക് ഇഡ്ഡലിക്ക് അരയ്ക്കുന്നതുകൊണ്ട് അങ്ങ് അരച്ചെടുത്ത ഉഴുന്നല്ലേ, അതുകൊണ്ട് ഒരു ഒത്തിരി ലൂസായിട്ടിരുന്നാലേ ശരിയാകത്തില്ല. നോക്കട്ടെ, ഉപ്പൊക്കെ ഉണ്ടോ നോക്കട്ടെ. എണ്ണ ചൂടായി. ഈ കുഞ്ഞു പാത്രത്തിൽ തന്നെ ഇട്ടങ്ങ് ഇളക്കി കേട്ടോ. ഞാൻ അതിന് മാത്രമേ ഉള്ളതേ ഉള്ളൂ. ശക്കലം കൊടുപ്പിടാം. പിന്നെ അവിടെ മോളമ്മ ചേച്ചിയെ കാണാനായിട്ട് മോളമ്മ ചേച്ചിയുടെ വീട്ടിൽ ചെന്നപ്പോണ്ടല്ലോ അഡ്വക്കേറ്റ് വിജു പോൾ സാറിൻ്റെ പിന്നെ വൈഫ് ഉണ്ടായിരുന്നേ, ബിന്ദു ടീച്ചർ കമ്പ്യൂട്ടർ പഠിപ്പിച്ചതാണ്. എൻ്റെ മൂത്ത മകളെയും കമ്പ്യൂട്ടർ ബിന്ദു ടീച്ചറാണ് പഠിപ്പിച്ചത്. അവളുടെ കല്യാണത്തിനൊക്കെ ഭയങ്കര ഇതായിട്ട് വന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് ഭയങ്കര ഇതായിരുന്നു. അയ്യോ, എന്നെ കണ്ട ഉടനെ അത്ര ആൾക്കാരുടെ മുമ്പിൽ വെച്ച് ഓടി വന്ന് കെട്ടിപ്പിടിച്ചു കേട്ടോ. വന്നിട്ട് പറഞ്ഞു, അതും ബിജുപോൾ അഡ്വക്കേറ്റ് ഇപ്പുറക്കാർക്കെല്ലാം അറിയാം, പുള്ളി മരിച്ചുപോയി ചെറുപ്പത്തിൽ തന്നെ, നല്ല പ്രായത്തിൽ തന്നെ മരിച്ചുപോയി. ടീച്ചറിനപ്പോൾ ഒരു കുഞ്ഞു കൊച്ചും ഒരു മോനുമായിരുന്നു ഉള്ളത്, 2 പിള്ളേരാണ് ഉള്ളത്. അപ്പോൾ എനിക്ക് കണ്ടപ്പോൾ സങ്കടം തോന്നിയേ. രണ്ടും ഉണ്ടല്ലോ ഭയങ്കര സ്നേഹത്തോടെ ജീവിച്ചവരവരെ. ബിജുപോളാണേലും സാറാണേലും ടീച്ചറാണേലും ഭയങ്കര സ്നേഹത്തിൽ നല്ല ക്യൂട്ടായിട്ട് ബൈക്കിലൊക്കെ രണ്ടുപേരോട് ഒരുമിച്ച് പോകുന്നവർക്ക് എപ്പോഴും വെച്ച് കണ്ടാലും ചിരിച്ച് സ്നേഹത്തോടെ ഒന്നും സംസാരിക്കാതെ പോകത്തില്ലായിരുന്നു. എന്നിട്ട് ഇപ്പം പുള്ളി മരിച്ചുപോയി. പുള്ളിയുടെ പപ്പായ്ക്ക് വയ്യാത്തൊരു മനുഷ്യനാണ് കേട്ടോ. കാലിലൊക്കെ എന്തോ സർജറി വെച്ചിട്ടോ. പുള്ളി പറഞ്ഞത് എനിക്ക് മോളമേനെ കാണണോടി വെച്ചേ എന്ന് പറഞ്ഞത്. എന്നാൽ ഞാൻ പപ്പായെ വണ്ടി വിളിച്ച് കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് വണ്ടി വിളിച്ചുകൊണ്ട് വന്നേക്കോ കുഞ്ഞുങ്ങളെ സ്കൂളിലും വിട്ടിട്ട്. അപ്പോൾ പപ്പായെ കയറ്റി അങ്ങോട്ട് വിട്ടിട്ട് വേറൊരു ചേട്ടൻ്റെ കയ്യിലോട്ട് ഏൽപ്പിച്ചിട്ട് എൻ്റെ ദൈവം എന്നെ കണ്ടത് ഓടി വന്ന് കെട്ടി അങ്ങ് പിടിച്ച് കേട്ടോ. എന്നിട്ട് എന്നെ കൊണ്ട് വിശേഷം എത്ര നാളായി കണ്ടിട്ട്, എൻ്റെ ദൈവമേ ഞാൻ എപ്പോഴൊക്കെ ഇടയ്ക്കൊക്കെ ഓർക്കും കേട്ടോ എന്നെ കൊണ്ട് വിശേഷം എന്ന് ചോദിച്ചോണ്ട്. അപ്പം ഞാൻ പറയായിരുന്നു, നമ്മളെ പണ്ടത്തെ മനുഷ്യരാണേലും കാണുമ്പോഴും നമ്മളെ ഒന്ന് സ്നേഹത്തോടെ ഹഗ് ചെയ്യുകയും ചേർത്ത് പിടിക്കുകയൊക്കെ ചെയ്യുമ്പോണ്ടല്ലോ ശരിക്കും ഒരു ഇത് തോന്നും, ഭയങ്കര ഒരു സന്തോഷം തോന്നും. എനിക്കറിയാൻ എൻ്റെ കണ്ണും കൂടെ നിറഞ്ഞു പോയി. കാരണം നമുക്ക് ഞാൻ കൊണ്ടുപോയി ചേർത്തൊക്കെ അല്ലേ കമ്പ്യൂട്ടർ പഠിക്കാനായിട്ടേ.
അന്ന് മുതലുള്ള ആ ഒരു സ്നേഹം. അപ്പം ഇതിൻ്റെ റെസിപ്പി കാണിക്കുന്നതല്ല, ഉഴുന്നോടെയൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയത്തില്ലേ. ഞാൻ പിന്നെ നിങ്ങളോട് ഇച്ചിരി നേരം സംസാരിക്കാം. ഇന്നത്തെ ഒരു ദിവസം ഇച്ചിരി ഇങ്ങനെ പണിയായിരുന്നുകൊണ്ടേ നന്നായിട്ട് ചൂടായി കിടക്കുക കേട്ടോ. ഞാൻ എന്നിട്ട് ഇങ്ങനെ ഒരു കുഞ്ഞു പാത്രത്തിൽ ഇച്ചിരി വെള്ളം എടുത്ത് വെക്കുവേ. എന്നിട്ട് കയ്യിൽ ഇങ്ങനെ ഇതാക്കിയിട്ട് ചെറുതായിട്ടൊരു ഉരുള ഉണക്കെടുത്തിട്ട് ഇത് ഉണ്ടോ കുറച്ചെന്ന് തോന്നുന്നു. ഞാൻ കൊടുത്ത് ഇച്ചിരി കാണത്തോളായിരിക്കുന്നു. എന്നിട്ട് ഇങ്ങനെ നടുക്കൊരു കുഴി അങ്ങോട്ട് വെക്കുവേ. എന്നിട്ട് അങ്ങനെ വീട്ടിട്ട് കൊടുക്കും. അത്രയും തന്നെ വലിപ്പം വേണ്ടെന്ന് തോന്നും. ഇച്ചിരി കൂടെ കനം കുറയ്ക്കുന്നതായിരിക്കും നല്ലത്. അല്ല ചിലപ്പോൾ ഉള്ളേ വേകാനായിട്ടൊക്കെ ഇച്ചിരി പാടായിരിക്കും. നല്ല ക്രിസ്പി ആയിട്ട് മുരിഞ്ഞ് കിട്ടാൻ റവ ഇടുന്നതുകൊണ്ട് നല്ല മുരുമുരാന്ന് ഇരുന്നോളൂ. എന്നാലും താഴെ ചേച്ചി വന്നിട്ടുണ്ട് കേട്ടോ. അനശ്വരമോളിലെയൊക്കെ തത്തമ്മ വന്നിട്ടുണ്ട്. അവിടെയായിരുന്നു ഇത്രയും ദിവസം. അനശ്വരയുടെയും രജനിയുടെയും ഒക്കെ കൂടെ ചേച്ചി അവിടെയായിരുന്നു. ഇന്നാണ് ഇപ്പം വന്നത്. അവരുടെ സഞ്ചാരവും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു. പിന്നെ വ്യാഴവും വെള്ളിയാന്ന് തോന്നുന്നു. ബുധനും വ്യാഴമാണെന്ന് തോന്നുന്നു കേട്ടോ. 10ഉം 11ഉമായിട്ട് എങ്ങാണ്ട് നടത്താനായിട്ടിരിക്കുന്നുണ്ടൊക്കെയാണ് കേട്ടോ. ഇച്ചിരി എണ്ണ തൊട്ട് തൂത്താലും മതി നമ്മുടെ കയ്യേലെ. അന്നേരം ഒട്ടിപ്പിടിക്കാതെ ഇങ്ങനെ നല്ല കറക്റ്റായിട്ട് കിട്ടും. നീ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം നിങ്ങളെ. തമിഴ്നാട്ടിലോട്ട് പോകണം. എന്നാ കാണിക്കുന്നത്, ഒരു കൈ ഇങ്ങനെ എടുക്കും, ഇങ്ങനെ ചുട്ടി ഇങ്ങനെ ഒരു തള്ളവറിൽ വെച്ച് ഇങ്ങനെ ഒരു കുത്തും അല്ലേ. വടാന്ന് സെറ്റായിട്ടാണ്. തമിഴ്നാട്ടിൽ ഉഴുന്നുകൊടുക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റ് കേട്ടോ. എനിക്കിഷ്ടമുള്ള സാധനം അത് മാത്രമേ ഉള്ളൂ തമിഴ്നാട്ടിലൊക്കെ പോകുമ്പോൾ. സജിയൊക്കെ അവിടെ പണിയുന്നുണ്ടെന്ന് തോന്നുന്നു. സജിയൊക്കെ പണിയുന്നുണ്ട്. അവർക്ക് 5-6 കൊടുക്കാം. പണിയുമല്ലേ. ഞാൻ ഓർത്തത് ഇച്ചിരി കാണത്തോളം, ഒരു 4 കാണത്തോളം നോക്കാം. പക്ഷെ അല്ല, അതിൽ കൂടുതലുണ്ട്. പിന്നെ അങ്ങോട്ട് കൊടുക്കാം. കറി കഴിക്കട്ടെ. എന്നാ ഉഴുന്നോടെ ആൻറ്റീന്നൊന്നും ചോദിക്കാതാ മതി. അല്ല ഒന്നും ചോദിക്കാമല്ലോ കേട്ടോ. എന്നാ കൊടുത്താലും സജീവ് പ്രത്യേകിച്ച് ഒന്നിനും ഇത് പറയല. ദൈവമേ എന്നാ പറഞ്ഞാലും അവനൊക്കെയാണ് ഇപ്പം എനിക്കൊരു ആശ്രയവും ഒരാച്ചും കാര്യങ്ങളൊക്കെ. എന്നാ ഒരാവശ്യം വന്നാലും ഒക്കെ അന്നേരം വന്ന് അന്വേഷിക്കാനും ഒക്കെ കേട്ടോ. സജിയാണേലും പിള്ളേർ കണ്ണനൊക്കെ ആണേലും. ഇവിടെ അടുത്തേ ഇപ്പം ശ്രീകുട്ടനും കൂടെ പഠിക്കാൻ പോയില്ല അല്ലേ. അവൻ എന്നൊരു ഒരാവശ്യം ഉണ്ടോ ഓടിപ്പാഞ്ഞു വരുന്നതാണ്. അപ്പം അവൻ പഠിക്കാൻ പോയില്ലേ. പിള്ളേർക്ക് പഠിക്കണ്ടേ അല്ലേ. ഇന്നലെ ഞാൻ ഓർത്തത് നമ്മുടെ കോഴി ഞാൻ വന്നപ്പോഴത്തേനും 2 മുട്ട കുത്തി കുടിച്ചാണോ എന്നാണോ മറിച്ചിട്ട് പൊട്ടിച്ച് ഞാൻ വരുമ്പോൾ തോല് കൊത്തി തിന്നോണ്ടിരിക്കുക. അപ്പം ഞാൻ വിചാരിച്ചു ഇനി ഇതിനെ വളർത്തേണ്ട കാര്യം ഇല്ലെന്നാണ് തോന്നുന്നത്. കുത്തി കുടിക്കാൻ തുടങ്ങുന്നങ്ങളെ വളർത്തിയിട്ട് കാര്യമില്ല. പക്ഷെ ഇന്ന് എന്നാലും ഉണ്ടല്ലോ, ഞാനിവിടെ ഉണ്ടായിരുന്നുകൊണ്ട് കറക്റ്റ് ആ മുട്ട ഇട്ട സമയത്ത് നോക്കിയപ്പോൾ അനങ്ങാതെ കിടപ്പുണ്ട്. പിന്നെ ഞാൻ അന്നേരം തന്നെ എടുത്തുകൊണ്ട് പൊട്ടിച്ചില്ല. അപ്പം ഞാൻ മുട്ട എടുത്തപ്പോൾ ഇപ്പോൾ ശ്രീകുട്ടിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് അത് ഓർത്തത്. മുട്ട എടുക്കുമ്പോഴെല്ലാം അവനെ ഓർക്കും. അവൻ ആ കോഴിനെ തന്നെ പിന്നെ മുട്ട ആരും ഇട്ടിട്ടില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ എപ്പോഴും കാണുമ്പോൾ അല്ല നമ്മളെപ്പോഴും സ്ഥിരം മേടിച്ച് വെക്കും. എന്നാലും നാടൻ മുട്ടയല്ലേ. അപ്പം ഞാൻ നിങ്ങളെ ഒന്ന് മറിച്ചിട്ടിട്ട് കാണിച്ചു തരാവേ. ക്രിസ്പിയൊക്കെ ആകുന്നുണ്ട്. ഇച്ചിരി കുഞ്ഞടുപ്പയിലാണ് ഞാൻ വെച്ചിരിക്കുന്നതെന്നറിയോ. ഒത്തിരി തീയാണെങ്കിൽ പുകഞ്ഞൊരു താവുണ്ടാന്ന് കരുതി. പിള്ളേർ കളിക്കുന്നുണ്ടായിരുന്നു അവിടെ. കയറി പോയോന്ന് അറിയത്തില്ല. സജിയും കണ്ണനൊക്കെ കയറി പോയോന്ന് അറിയത്തില്ല. ഉണ്ടെങ്കിൽ എന്താ കണ്ടോ നമ്മുടെ സൂപ്പർ ഉഴുന്നോടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് 4 മണിക്കൊക്കെ പിള്ളേർക്കൊക്കെ ഇങ്ങനെ പടാന്നുണ്ടാക്കി കൊടുക്കാനായിട്ട് വലിയ പാടൊന്നുമില്ല കേട്ടോ. ഉഴുന്ന് ശകലം ഒരു 2-3 മണിക്കൂർ വെള്ളത്തിൽ ഇടുക. ഒത്തിരി വെള്ളം ഇല്ലാതെ അരച്ചെടുക്കുക. എന്നിട്ട് ഒരു ലേശം റവയും കൂടി ഇട്ട് ഇച്ചിരി ഇഞ്ചിയും സവോളയും കറിവേപ്പിലയും പച്ചമുളകും കൂടെ അരിഞ്ഞിട്ട് ഇങ്ങനെ ഫ്രൈ ആക്കി എടുക്കുക. പിള്ളേർക്കൊക്കെ ഇഷ്ടമാവും. 4 മണിക്കൊക്കെ ആണെങ്കിൽ ഇപ്പം എല്ലാത്തിനും എന്തെങ്കിലും ക്രീം പലഹാരമൊക്കെ അല്ലേ ഇഷ്ടം. അപ്പം നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ നല്ല എണ്ണയ്ക്കകത്ത് നമുക്ക് കടകളിൽ നിന്ന് മേടിക്കുന്നതിലും നല്ല സൂപ്പറായിട്ട് ഹെൽത്തി ആയിട്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. അപ്പം വേണ്ട ഇത്രയും ഉഴുന്നുവട ഉണ്ട് കേട്ടോ. പലതിനും പല വലിപ്പവും പല ഇതൊക്കെയാണ് കേട്ടോ. പിന്നെ ശകലം ക്രിസ്പി ആയിട്ടുണ്ട്. റവ ലേശം ഉഴുതിനെക്കാട്ടി ഇച്ചിരിയും കൂടെ കൂടുതലായി പോകുന്നുണ്ട്. അത്രയും റവയുടെ ആവശ്യമില്ല. സാധാരണ ഞാൻ ഉണ്ടാക്കുമ്പോൾ ഉഴുന്നുവടക്കായിട്ട് ഉണ്ടാക്കുമ്പോഴത്തേക്കും ഞാൻ അതിനനുസരിച്ചുള്ള രീതിയിലല്ലേ വെള്ളം കുറച്ച് അരച്ചെടുക്കാറ്. ഇത് ഇഡ്ഡലിക്ക് അരച്ചതല്ലേ, അതുകൊണ്ട് റവ ഇച്ചിരി ഒരു ശകലം കൂടിപ്പോയി. പാളിപ്പോയെങ്കിൽ നമ്മളത് പറയണമല്ലോ, സത്യമല്ലേ. അപ്പോൾ എന്തായാലും 3 എണ്ണം ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ. പറ്റിയല്ല കേട്ടോ. കപ്പ വേവിക്കണം. ഇനി കപ്പ വേവിക്കണം. അതിനെക്കാട്ടി ഉപരി ഞാൻ ഇപ്പോഴും ഓർത്തത് നാളെ തൊഴിലുറപ്പുണ്ട് തിങ്കളാഴ്ച.
തിങ്കളാഴ്ച തയ്യലിൻ്റെ സംഘമുണ്ട്. അപ്പോൾ പൈസ ലോൺ എടുത്തേക്കുന്നതല്ലേ നമ്മൾ, കറക്റ്റായിട്ട് ലോൺ എടുത്താൽ നമ്മൾ കൊണ്ടേ അടച്ചാലല്ലേ നമുക്ക് ഇനി ആണെങ്കിലും ആവശ്യത്തിന് ചോദിച്ചാൽ കിട്ടത്തുള്ളൂ. അപ്പോൾ എനിക്ക് ATM പോകണം, പൈസ എടുക്കണം. സാധാരണ കണ്ണൻ അവിടെ ഉണ്ടെങ്കിൽ ഞാൻ പറയും, കണ്ണൻ ഇത്ര പൈസ കൊടുത്തു വിടാവോ, ഞാൻ നിനക്ക് ഗൂഗിൾ പേ ചെയ്ത് തരാമെന്നൊക്കെ പറയും. പക്ഷേ ഈ കണ്ണൻ പാലായ്ക്ക് പോയി. അപ്പോൾ കടയിൽ അത്രയും മറിക്കാൻ കാണുമെന്ന് അറിയത്തില്ലല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു വേണ്ട, പോയി ATM എടുത്തുകൊണ്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ പോകുന്ന വഴിക്ക് നമുക്ക് കുമാരി ചേച്ചിക്ക് പിള്ളേർ അപ്പുറത്തില്ല, വിളിച്ചപ്പോഴും അവർ വീട്ടിൽ കയറിപ്പോയി. അപ്പോൾ ഞാൻ അങ്ങ് കയറ്റി കൊണ്ട് കൊടുക്കാം, അതും കൊടുത്തിട്ട് അങ്ങ് ഉപ്പറയ്ക്ക് പോയി പൈസ എടുത്തുകൊണ്ട് വരട്ടെ. അപ്പോൾ ഇന്നത്തെ വിശേഷമൊക്കെ ഇത്രേ ഉള്ളൂ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് എന്നും ഇഷ്ടമായെങ്കിൽ ഓടിപ്പോയി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ഇടുക, കൂട്ടത്തിലോ ആ ബെൽ ബട്ടൺ കൊണ്ട് ഒന്ന് ഇടിച്ച് പൊട്ടിച്ചേരാം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നവരെല്ലാവർക്കും ടാറ്റാ.